പൗരത്വ നിയമത്തിന്റെ ആശങ്കകൾ പരിഹരിക്കുന്നതിനായി നാറ്റിവിറ്റി കാർഡ് നൽകാൻ സർക്കാർ തീരുമാനം. നിലവിലെ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരമാണ് ഫോട്ടോ വെച്ച് സ്ഥിരം കാർഡ് നൽകുക. കരട് വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തുപോയവരെ തിരിച്ചെത്തിക്കുന്നതിന് സഹായവുമായി ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. വാളയാറിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാംനാരായണന്റെ കുടുംബത്തിന് സർക്കാർ 30 ലക്ഷം രൂപ ധനസഹായം നൽകും. ക്രൈസ്തവ വിഭാഗത്തിന് നേരെയുള്ള സംഘപരിവാർ ആക്രമണത്തിനെതിരെ കർശന നിലപാട് സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പൗരത്വ നിയമം കൊണ്ടുവന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ കൈപ്പിടിയിലാക്കാനുള്ള കേന്ദ്ര നീക്കത്തെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റുകൾക്ക് പകരം നാറ്റിവിറ്റി കാർഡ് നൽകാനുള്ള സർക്കാർ തീരുമാനം. എക്കാലത്തും ഇത് ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. സർക്കാരുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കും ഫോട്ടോ പതിപ്പിച്ച ഈ കാർഡ് ഉപയോഗിക്കാൻ സാധിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. ഇപ്പോൾ സംസ്ഥാനത്ത് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടാൽ നൽകി വരുന്നുണ്ട്. അതിന് പകരം ഫോട്ടോ പതിപ്പിച്ച സ്ഥിരം നാറ്റിവിറ്റി കാർഡ് നൽകുന്നതിനാണ് മന്ത്രിസഭാ യോഗം തത്വത്തിൽ അംഗീകരിച്ചിട്ടുള്ളത്. നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരമായി എക്കാലത്തും ഇത് ഉപയോഗിക്കാനാവും. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കും മറ്റ് സാമൂഹ്യ ആവശ്യങ്ങൾക്കും ഉപയോഗപ്പെടുത്തക്ക വിധമുള്ള നിയമ പിൻബലത്തോടു കൂടിയ ആധികാരിക രേഖയായി ഈ കാർഡ് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. SIRന്റെ ഭാഗമായി സംസ്ഥാനത്ത് 25 ലക്ഷത്തോളം വോട്ടർമാരാണ് കരട് വോട്ടർ പട്ടികയ്ക്ക് പുറത്തുപോയത്. വിവിധ കാരണങ്ങളാൽ കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത അർഹരായവരെ സഹായിക്കാൻ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കാനും സർക്കാർ തീരുമാനമായി. പിന്നോക്ക പ്രദേശങ്ങളിൽ നേരിട്ട് അർഹരായവരെ കണ്ടെത്തി ആവശ്യമായ സഹായം നൽകും. അതിനാൽ കരട് വോട്ടർ പട്ടികയിൽ വിവിധ കാരണങ്ങളാൽ ഉൾപ്പെടാത്ത അർഹരായവരെ സഹായിക്കാൻ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കും. ഹെൽപ്പ് ഡെസ്കുകളിൽ പൊതുജനങ്ങൾക്ക് ആവശ്യമായ സഹായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനായി 2 ഉദ്യോഗസ്ഥരെ വീതം ചുമതലപ്പെടുത്തും. ഇതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് അതത് ജില്ലാ കളക്ടർമാരെ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വാളയാറിലെ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാംനാരായണന്റെ കുടുംബത്തിന് 30 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകാൻ തീരുമാനിച്ചു. ഉത്തരേന്ത്യയിൽ വ്യാപകമായി ക്രൈസ്തവർക്ക് നേരെ ആക്രമണങ്ങൾ നടക്കുന്നു. കേരളത്തിലും ഇതിന് സമാനമായ സംഭവങ്ങൾ ഉണ്ടായി. മൗലിക അവകാശത്തിൻ്റെ നേരെയുള്ള ഒരു കടന്നുകയറ്റത്തെയും സർക്കാർ അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സംഘപരിവാർ നടത്തി വിജയിപ്പിച്ച ആൾക്കൂട്ട ഹിംസയെ കേരളത്തിലേക്ക് പറിച്ചു നടാൻ ശ്രമിക്കുകയാണ്. രാംനാരായൺ ബാഗേൽ കൊല്ലപ്പെട്ടത് കേരള മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമാണ്. കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 30 ലക്ഷം രൂപ ധനസഹായം അനുവദിക്കാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. സംസ്ഥാനത്തെ സർവകലാശാലകളിൽ കഴിഞ്ഞ കുറച്ചു കാലമായി സംഘർഷ അന്തരീക്ഷമാണ്. ഇതിന് പരിഹാരമായി ഒരു ശാന്തമായ അന്തരീക്ഷം കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ അതല്ലേ നല്ലത് എന്ന് ചിന്തിച്ചാണ് ഗവർണറുമായി സമവായത്തിലെത്തിയതെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.